കുറെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഒരുമിച്ച് ചെയ്യല്ലേ, ഇതിനൊക്കെ ബോധപൂർവം ശരീരഭാഷയിലോ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള സിസ്റ്റം മനസ്സിലാക്കിയിട്ട് ചെയ്യാനൊക്കെ ഇപ്പൊ അത്രയും ആത്മാർത്ഥതയോട് പറ്റാറില്ല ഈ എണ്ണം കാരണം? ഇല്ല, അതൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ പോലീസ് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ചും നമ്മള് പക്ഷെ വരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങൾ അറിയുന്നതും കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് ചോദ്യം വന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ മാക്സിമം നമ്മളെ ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ അത് സല്യൂട്ട് ആണെന്നുണ്ടെങ്കിലും, ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഓഫീസർ സല്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളത് മാക്സിമം അത് നോക്കാറുണ്ട്. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പോലീസ് യൂണിഫോമിൽ അങ്ങനെ ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പോലീസ് യൂണിഫോം ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിലും ഒക്കെ ഒരു എന്താണ് ക്വസ്റ്റനിങ്ങിലും ഒക്കെ ആ ഒരു പോലീസിന്റെ ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ. അതൊക്കെ എന്നാൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം. പിന്നെ ഇപ്പം ഇതിനു മുൻപ് താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ധ്യാനോടത് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ്, നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് അത് ഒരു സിനിമ ഒരിക്കൽ ചിലപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്, പ്രൊഡ്യൂസറോ ഒന്നും വിചാരിക്കുക. ചിലപ്പം നമ്മളെല്ലാവരും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത്. നമ്മൾ ഗംഭീര സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പം ജനങ്ങൾ കാണാത്ത എവിടേക്കോ അങ്ങ് പോകുന്ന സിനിമകൾ. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകാരാണ് വന്നിട്ടുള്ളത്, അല്ലെ? ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണുന്നത് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ആ തമ്മനയില് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ, നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ്, നിങ്ങളുടെ ഒരു എഡിറ്റിങ്, അതെല്ലാം അതിനകത്തൊരു ഫാക്ടർ അല്ലേ. അപ്പൊ അതങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ്, നല്ല സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. ബാക്കിയൊക്കെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. അത് അതിനോടൊരു മറുപടി. താരം കിട്ടുമ്പോൾ ഇപ്പൊ തന്നെ ചാൻസ് ചോദിക്കല്ലോ, എന്താ സംശയം? ചാൻസ് ചോദിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മള് ഒരു മടിയുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് പേരോട് ചാൻസ് ചോദിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് അതായതുകൊണ്ടാണ്. അത് വേറെ ഒന്നും കൊണ്ട് വിഷമിക്കുന്ന എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ല. അയ്യോ എന്താണ് ഷാജു നിങ്ങൾ അങ്ങനെ ചാൻസ് ചോദിക്കില്ലേ, നിങ്ങൾ പ്രൂവ് ചെയ്ത ആക്ടർ അല്ല, നിങ്ങൾക്ക് നമ്മൾ നല്ലത് വരുമ്പോൾ തരും, അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ചോദിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവുമോ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പം നമ്മളെ വിളിക്കുമ്പോൾ ഒരു ടൈം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈം ആയിരിക്കും, അതൊക്കെ ഒരു വിഷമാണ്. പക്ഷെ അങ്ങനൊന്നുമില്ല. നമ്മുടെ ഇപ്പം ദൈവാനുഗ്രഹിച്ച് ഞാൻ ഒരു 25ാമത്തെ വർഷമാണ് ഇപ്പൊ ഇതിന്റെ. നമ്മള് സിനിമയിലുള്ള പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ദൈവാനുഗ്രഹിച്ച് നമ്മളെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ തീർച്ചയായിട്ടും സിനിമകൾ നമ്മൾ ഉണ്ടാവുമെന്നുള്ളതാണ്. അതൊരിക്കലും നമ്മൾ വീട്ടിൽ നമ്മൾ ഒരിക്കലും ഒരു സിനിമയിൽ നമ്മുടെ ഭാഗമാവില്ല. അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചോണ്ടിരിക്കണം. അത് ചോദിക്കുന്നതിന് ചിലപ്പോൾ രീതികൾ മാറും. അടുത്ത സിനിമയിൽ എനിക്ക് എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ പറയണോ, അങ്ങനെ ആയിരിക്കില്ല. അടുത്ത പടത്ത് നമ്മൾ ഉണ്ടാവില്ലേ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഞാനോട് അടുത്ത പടത്തിൽ തന്നെ ഞാൻ ഇല്ലെങ്കിൽ നിന്നെ കൊല്ലി ഞാൻ അത്ര അപ്പൊ ഇവർ രണ്ടുപേരുള്ള സാമ്യതകൾ എന്താണ്? രണ്ടുപേരും ഒരാൾ പറയുന്നതിൽ കഥകളിൽ കുറെ നന്മയുണ്ട്, രണ്ടാമത്താൾ പറയുന്നതിൽ ഒരു ഹാസ്യമുണ്ട്. ക്യാരക്ടറുള്ള സാമ്യതകളും വ്യത്യാസങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ ധ്യാനിന്റെ ഒപ്പം ഇത് 3ാമത്തെ സിനിമയാണ്. ഈ 3 സിനിമകളിൽ നമ്മൾ കുറേയേറെ സമയം സംസാരിക്കാനായിട്ട് കിട്ടി. അപ്പോൾ ഷാജുൻ പറഞ്ഞതും സഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ ജീവിത അനുഭവ കഥകൾ കൂടാതെ പല എൻ്റെ മനസ്സിലുള്ള പ്ലാനുള്ള പല സ്ക്രിപ്റ്റുകൾ ഞാൻ ചെയ്തു. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവെ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിനെ കാൽപ്പനികയൊക്കെ ചെയ്ത് പറയുന്ന ഒരാളാണ്. വിനീതം തന്നെയാണ്. വിനീതം കഥ പറയുമ്പോൾ വിനീതനോട് പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കഥ പറഞ്ഞ രണ്ടുപേർക്കും 2 ശൈലിയുണ്ട്, 2 രീതിയുണ്ട്. ഞാൻ ഒരു കഥ പറഞ്ഞ് അത് ചിലപ്പോൾ പകുതി നിർത്തി അടുത്ത കഥ പറയും. വിനീത് അങ്ങനെയല്ല.
പ്രശ്നക്കാരൻ റോഡുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചേർന്നുള്ളി ഉണ്ടാവും. മിഡിൽമാൻ പരിപാടി പാർട്ട്നേഴ്സിൽ ആ വിധത്തിലുള്ള ഒരു അത് പറയാനൊരുപാടില്ല. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എന്നെ പോലൊരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആയാൽ ശ്രീകാന്തിനോട് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം ചെയ്യണം. ഇപ്പം പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു, നമ്മൾ പിന്നെ പോയിട്ട് പെർഫോം ചെയ്യേണ്ടി വരണം. അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അത് ആവാം, വക്കീലാണെങ്കിൽ ആവാം. അപ്പൊ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിൽ നിന്നും ഈ വക്കീലിന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. അപ്പൊ ഇതില് പോലീസാണ്. ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് പറയും ഇതിൽ പോലീസാണ്. എൻ്റെ ഒരു 14-15 പോലീസ് പായി. അപ്പോൾ ഞാൻ ആ നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റൈറ്റർ ഡയറക്ടർ ഈ സിനിമയുടെ കോറൈറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദ് പ്രശാന്ത് കൊടുത്തുണ്ട്. ക്യാമറ തിരിച്ചതാണ് നവീന്റെ കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ട് അവർ പറഞ്ഞു തരുന്ന പോലെ ചെയ്യാനുള്ളതായിരുന്നു പരിപാടി. അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു പക്ഷേ പലതും റിലീസ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്റെ ഉത്തരവാദിത്വം അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവസരങ്ങൾ ആണ് എന്നെ പോലുള്ള ഒരാൾക്ക് ഞാനൊരു അവസരങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എന്റെ തീരുമാനമായിരുന്നില്ല. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ. ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. നവീൻ കാസർഗോഡുകാരനാണ്. മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാരും ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നിറയെ കാസർഗോഡുകാരും സിനിമ ഇപ്പം വൈശാഖും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രശാന്ത് കാസർഗോഡുകാരനാണ്. അപ്പൊ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല. ഒരു ഇടം എന്ന് പറയുന്നത് ഈ സിനിമയിലുള്ളത് ഒരു ഹേസ് ത്രില്ലർ നൽകി ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്നുള്ളതൊക്കെ പറഞ്ഞത്. പിന്നെ ഈ മധുസൂദന റാവു എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ലാലേട്ടനെ കൂടുതൽ ഓപ്പോസിറ്റ് അഭിനയിച്ചിട്ടുള്ള, ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന് ചില പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റാത്തതാണ്. അദ്ദേഹം ഇതിൽ വളരെ പ്രധാനപ്പെട്ട കീബോർഡായിട്ടൊരു റോൾ ചെയ്യുന്നത് നിറയെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിനൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് നവീൻ പറഞ്ഞതുപോലെ മണി ഹേസ്റ്റിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ഹീറ്റിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും. ഹേസ്റ്റിൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുള്ള സിനിമകൾ ഡോഗ് ഡേ ആഫ്റ്റർനൂൺ എന്നൊക്കെ ഇവിടെ സംസാരിക്കും. അപ്പൊ അതൊന്നുമല്ല, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ. അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതായത് അടയാമരങ്ങളും ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ടെറൈനിൽ കാസർഗോഡിന്റെ പല ഇടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന് പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഈ ത്രില്ലർ സ്വഭാവമാണ്. അതൊരു ശരിക്കും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം.